നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് വ്യക്തിപരമായി എന്നെ ചിന്താപരമായി വികസിക്കാൻ സഹായിച്ച, ഇമോഷണലി വൈകാരികമായി പക്വത നേടാൻ സഹായിച്ച, അതുപോലെ തന്നെ എൻ്റെ അതുവരെയുള്ള പരമ്പരാഗത ധാരണകളെ കീഴ്മേൽ മറിക്കാൻ സഹായിച്ച ഒരു സഹപാഠിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് ആശയഗതിയിൽ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. പഠിക്കുന്ന കാലത്ത് തന്നെ അക്കാദമികമായി മാർക്സിസം പഠിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഈസ്തറ്റിക് ആസ്പെക്ട്സ്, അതിൻ്റെ ലാവണ്യപരമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ച, ചെറുപ്രായത്തിൽ തന്നെ മാർക്സിസ്റ്റ് ലിറ്ററേച്ചർ വിപുലമായി വായിക്കാൻ ശ്രമിച്ച, ഏതു സമയവും കേരളത്തിലെ പ്രസിദ്ധീകരിക്കുന്ന മിക്കവാറും എല്ലാ മാസികകളും, അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഓർഗൻസ്, ഇപ്പം ചിന്ത, ആ കാലത്ത് കുറച്ച് അതിവിപ്ലവം പ്രസംഗിച്ചിരുന്ന സമീക്ഷ, ഇത്തരത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള മാസികകൾ, അതേപോലെ പീപ്പിൾസ് ഡെമോക്രസി, അതുപോലെ തന്നെ ഫ്രണ്ട് ലൈൻ, ഇന്ത്യയിലെ ഏറ്റവും മുഖ്യധാര അക്കാദമിക പ്രസിദ്ധീകരണമായ ഹിന്ദു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ട് ലൈൻ, ഇതൊക്കെ കഷത്ത് വെച്ചും ഒക്കെ നടന്ന ഒരു കാലം. ആ കാലത്ത് നാം സംശീകരിച്ച ലോകത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഒക്കെ സംശീകരിച്ച ആശയങ്ങൾ. അപ്പം ഇത്തരം ആശയങ്ങൾക്ക് മേലെയാണ് എന്നിലേക്ക് വന്ന ആ ഒരു സൗഹൃദം ചില അട്ടിമറികൾ നടത്തി എന്നിലുള്ള മാർക്സിസ്റ്റിനെ മറ്റൊരു പ്രതലത്തിലേക്ക് വികസിപ്പിച്ചത്. അതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു അന്യസംസ്ഥാന കലാലയത്തിലാണ്, സർവകലാശാല കേന്ദ്രത്തിലാണ് ബിരുദാനന്തര ബിരുദം പഠിച്ചത്. അന്ന് എനിക്ക് സഹപാഠിയായി കിട്ടിയ, അത്യാവശ്യം നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന റിൻസിൻ എന്നുള്ള ടിബറ്റ് കുട്ടി, കർണാടകയിലെ വയലക്കൊപ്പയിലെ ഒരു ടിബറ്റിയൻ സെറ്റിൽമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി. അത്യാവശ്യം കേരളത്തിൽ നിന്ന് മലയാളം പശ്ചാത്തലത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ കയ്യിലാകെ ഉണ്ടാകുക മുറി ഇംഗ്ലീഷാണ്. ഈ മുറി ഇംഗ്ലീഷ് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം അത്തരത്തിൽ വന്ന ഒരു സൗഹൃദം. അപ്പം ആ സഹപാഠി സ്വാഭാവികമായിട്ടും ഞാനെന്ന ചൈന അനുകൂലി എന്ന് പറഞ്ഞാൽ ചൈനയുടെ രാഷ്ട്രീയത്തിനോടുള്ള താല്പര്യം, അതേപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം എന്ന നിലയ്ക്കുള്ള സവിശേഷമായ താല്പര്യം. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിൽ ചൈന അനുകൂലിയായിട്ടുള്ള ഒരാളും പൂർണ്ണമായും ചൈനീസ് വിരുദ്ധയായിട്ടുള്ള ഒരാളും തമ്മിലുള്ള സൗഹൃദം സ്വാഭാവികമായിട്ടും അല്പം രസകരമായ ഒന്നായിരിക്കും. രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങളുള്ള രണ്ട് പേര് തമ്മിൽ ചേരുന്നു, ആശയങ്ങൾ പങ്കുവെക്കുന്നു. അതിൽ സ്വാഭാവികമായിട്ട് ഒരു കൗതുകകരമായ ഘടകമുണ്ട്. അപ്പം എന്നിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് ബോധവും ലാവണ്യ ബോധവും ഒക്കെ ഞാൻ അവരുമായിട്ട് പങ്കുവെക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും തികച്ചും വിപരീതമായിട്ട് എന്നെ മറ്റൊരു പ്രതലത്തിലേക്കാണ് അവർ സ്വാഭാവികമായിട്ടും നയിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ടിബറ്റ് എന്ന ജന്മദേശത്ത് നിന്ന് പ്രവാസിയായി
ജീവിക്കേണ്ടി വന്ന, മറ്റൊരു ദേശത്ത് ജീവിക്കേണ്ടി വന്ന ഒരു തലമുറയിലേക്ക് കണ്ണി. ആ തലമുറയുടെ രക്തത്തിലേക്കും ചിന്തയിലേക്കും പടരുന്ന അവരുടെ അസ്തിത്വത്തിൻ്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുത്ത സൈദ്ധാന്തികമായ അല്ലെങ്കിൽ അക്കാദമിക്കായ സാമൂഹ്യ വീക്ഷണവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, സംഘർഷം, അതൊരു വ്യത്യസ്തമായ ഒരനുഭവമാണ്. അപ്പോൾ നമുക്കറിയാം, ടിബറ്റ് ഇഷ്യൂ അറിയാം. ടിബറ്റ് 1950കളിൽ ചൈന പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ബഫർ സോൺ എന്ന രൂപത്തിൽ നിലനിന്ന ഒരു പ്രദേശത്തെ 1950ലാണ് ചൈന കൈയടക്കുന്നത്. അപ്പോൾ ആ കാലയളവിൽ 1959ലാണ് ദലൈ ലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നത്. അപ്പോൾ ദലൈ ലാമയുടെ കൂടെ ടിബറ്റിൽ നിന്ന് പലായനം ചെയ്ത തലമുറയുടെ പ്രതിനിധിയാണ് ഞാൻ ഈ പറഞ്ഞ റിൻസിൻ എന്നുള്ള കുട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും റിൻസിനിൽ ഉടലെടുക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അവൾക്ക് പകർന്നു കിട്ടിയ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും 100% ചൈനീസ് വിരുദ്ധമായിരിക്കും, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരിക്കും. അവളൊരു ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയായിട്ട് വളരാൻ എല്ലാവിധ സാഹചര്യമുള്ള ഒരാളായിരിക്കും. അപ്പം ഈ ഒരു പരസ്പരമുള്ള ഈ ഒരു വ്യക്തിഗത സംഘർഷങ്ങൾ എങ്ങനെയാണ് എന്നെ വ്യക്തിപരമായി മാറ്റിയത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പം വ്യത്യസ്ത വംശീയതകളെ, വ്യത്യസ്തമായിട്ടുള്ള സ്വത്വങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് ഏതൊരു സമൂഹത്തിൻ്റെയും ഒരു പരിഷ്കൃതാവസ്ഥയുടെ അല്ലെങ്കിൽ ആധുനിക ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പം ചൈനയ്ക്ക് ആദ്യകാലത്ത് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന നിലയ്ക്ക് അതിൻ്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് ലോകത്തിലുള്ള ജനതയെ 2 തരത്തിൽ കാണുക എന്നുള്ളതാണ്, അല്ലെ 2 വർഗങ്ങളായിട്ട് കാണുക എന്നുള്ളതാണ്. തൊഴിലാളി വർഗം എന്നുള്ളൊരു വർഗവും മുതലാളി വർഗം എന്നുള്ളൊരു വർഗവും. അപ്പം ഈ 2 വർഗം മാത്രമേ ലോകത്ത് അതിൻ്റെ വീക്ഷണത്തിലുള്ളൂ. അപ്പം ഈ വർഗത്തെ മാത്രമേ, ഈ ക്ലാസ്സിനെ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരെ ആത്യന്തികമായിട്ട് മാനിക്കുന്നുള്ളൂ. അപ്പം അവിടെയാണ് ഈ സ്വത്വപരമായ വംശീയപരമായ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പം അതിനെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും പ്രതിസന്ധിയാണ്. അപ്പം ആ പ്രതിസന്ധികളെ സർഗാത്മകമായി കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം നമുക്കറിയാം, ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര ദേശീയതയ്ക്കുള്ളിൽ ഒരുപാട് ഉപദേശീയതകളുണ്ട്, വംശീയതകളുണ്ട്. ഈ വംശീയതകളെ ചേർത്ത് പിടിച്ച് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അപ്പം അതിനെ കോർത്തിണക്കുന്ന ഒരു ബഹുസ്വര ദേശീയതയെ വികസിപ്പിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഇന്നും പ്രകടമാണ്. ആ വെല്ലുവിളികൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ഇന്നും പ്രകടമാണ്. ഓക്കെ, അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു സ്വേച്ഛാധിപത്യ ഒരു രാജ്യത്ത് ഈ ബഹുസ്വരതകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെ സംഘർഷാത്മകമായ ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ചൈന അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപദേശികതകളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, ചൈനയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൊക്കെ അവിടെയുള്ള ജനങ്ങൾക്ക് സവിശേഷമായ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും പദവികളൊക്കെ നൽകുന്നതിൽ ചൈന ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഏതൊരു വംശത്തിനെ പോലെ, ഏതൊരു സമുദായത്തിനെ പോലെ അവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനും വികസിക്കാനും ഫ്ലറിഷ് ചെയ്യാനൊക്കെ ചൈന അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ടിബറ്റിൻ്റെ കേസിൽ ആദ്യകാലത്ത് ചൈനയ്ക്ക് ആ ഒരു രീതിയിലുള്ള സമീപനം ഇല്ലായിരുന്നു. ഒരുപക്ഷെ ജനാധിപത്യം അല്ലെങ്കിൽ ഭരണകൂടം നമ്മൾ കുറച്ചുകൂടി മെച്ചേർഡ് ആവുമ്പോഴാണ് നമ്മൾ പല ഉൾക്കൊള്ളാത്ത കാര്യങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, റിൻസിൻ എന്നുള്ള ടിബറ്റിയൻ കുട്ടി എൻ്റെ ബോധത്തെ എങ്ങനെയാണ് അട്ടിമറിച്ചത്. ഇത് തന്നെയാണ് ഞാൻ അതിൽ പറയാൻ കൊണ്ടുവന്ന പോയിന്റ്.
അപ്പം കേവലം വർഗരാഷ്ട്രീയം മാത്രമല്ല, ഒരു രാഷ്ട്രാതിർത്തിക്കുള്ളിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വംശീയതകളെ, അതേപോലെ തന്നെ അതിൻ്റെ സ്വത്വപരമായ സവിശേഷതകളെ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നുള്ളതാണ് റിൻസിൻ എന്നെ അവളുമായിട്ടുള്ള ദീർഘകാല സംവാദങ്ങളിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു ആശയം എന്നുള്ളത്. ഞാനുമായിട്ടുള്ള സഹവർത്തിത്വം റിൻസിൽ എന്ത് മാറ്റം ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അങ്ങോട്ട്. റിൻസിനും ഞാനുമായിട്ടുള്ള സഹവർത്തിത്വം എന്നിൽ എൻ്റെ ബോധ നിലവാരത്തിൽ ഇത്തരത്തിൽ സവിശേഷമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരനെന്ന നിലയ്ക്ക്, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ബഹുസ്വരതകളെ മാനിക്കാൻ, അഡാപ്റ്റ് ചെയ്യാൻ, ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നിൽ അത് ഒരു അഡ്വാൻറ്റേജായി, ഒരു നേട്ടമായി ഞാൻ കാണുകയാണ്. ആ മൂല്യപരിണാമം, ആ മൂല്യബോധത്തിൽ സംഭവിച്ച പരിണാമത്തെ ഞാനൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ റിൻസിൻ്റെ കൂടെ, റിൻസിനും ഞങ്ങൾ ഒരു സംഘവും കൂടി ഏകദേശം 1 മാസക്കാലം ഇന്ത്യ കറങ്ങുകയുണ്ടായി. അപ്പം ആ യാത്രയും സത്യത്തിൽ ഓർമ്മിക്കത്തക്കതാണ്. കാരണം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും മനസ്സിലാക്കാൻ ആ യാത്ര സഹായിച്ചിട്ടുണ്ട്. ആ യാത്രയിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഓക്കെ.